പേര്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റോറി? ദ സീ പാലസ്. കടൽ കൊട്ടാരം അല്ലെങ്കിൽ കടലിലെ കൊട്ടാരം ഒക്കെ പറയും. ദ സീ പാലസ്. അപ്പോൾ ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ പിക്ചറൊക്കെ കാണുന്നുണ്ട് അല്ലേ? കുറച്ച് മീനുകളൊക്കെ, ഫിഷിനെയൊക്കെ കാണുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താണ് സ്റ്റോറി എന്ന്. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. He saw many of his friends moving in the same direction. A starfish was floating on the waves. A jellyfish sparkled in the blue water. Dolphins were dancing. Where are they going? The goldfish thought. He followed them. In the deep sea, he saw a beautiful glass palace. It was decorated with gems and pearls. The doors of the palace were wide open. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ്. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കളറുള്ള മത്സ്യം, സ്വർണ്ണ മത്സ്യം വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. കടലിലിങ്ങനെ നീന്തുകയായിരുന്നു. വാസ് സ്വിമ്മിങ്, നീന്തുകയായിരുന്നു. അപ്പോൾ ഈ സ്വിമ്മിങ് എന്നാണെങ്കിൽ എന്ത് പറയും? നീന്തുകയാണ് അല്ലേ? അപ്പോൾ വാസ് സ്വിമ്മിങ് ആണെന്ന് കഥ പറയല്ലേ, കഥയിൽ എപ്പോഴും പാസ്റ്റ് ടെൻസ് ആവും യൂസ് ചെയ്യുക. അപ്പോൾ എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു സ്വർണ്ണ മത്സ്യം കടലിങ്ങനെ നീന്തുകയായിരുന്നു. He saw many of his friends moving in the same direction. He saw, അവൻ കണ്ടു. Many of his friends, അവൻ്റെ കൂട്ടുകാരിൽ പലരും, ഒരുപാട് കൂട്ടുകാരുണ്ട് അവന്. അതിൽ many of his friends, ഒരുപാട് കൂട്ടുകാർ, മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ. മൂവിങ്, നീങ്ങുന്നു. ഇൻ ദ സെയിം ഡിറക്ഷൻ, എങ്ങനെ? ഒരേ ദിശയിലേക്ക് ഇങ്ങനെ സ്വിം ചെയ്ത് പോകുന്നത്, മൂവ് ചെയ്യുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷ് കണ്ടു. ഹീ സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാരിൽ പലരും മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ, ഒരേ ഡിറക്ഷനിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ്, ഒരു നക്ഷത്ര മത്സ്യം, വാസ് ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മുകളിലിങ്ങനെ പൊങ്ങിക്കിടക്കുക, അടിയിലേക്ക് പോവാതെ മുകളിലിങ്ങനെ പൊന്തി കിടക്കുന്നതിനാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയാം. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. തിരമാലകളുടെ മുകളിലാണ് ഇങ്ങനെ പൊങ്ങിക്കിടന്ന് ഇങ്ങനെ നീന്തുന്നുണ്ട് എ സ്റ്റാർ ഫിഷ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് എന്താ ചെയ്യുന്നത്? സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ, ഈ നീല വെള്ളത്തിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് നമ്മുടെ ഈ ജെല്ലി ഫിഷിന്. ഡോൾഫിൻസ് വർ ഡാൻസിങ്. ഡോൾഫിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യുകയായിരുന്നു. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. എവിടെയാണ് പോകുന്നുണ്ടായിരിക്കുക? അല്ലെങ്കിൽ വേർ ആർ ദേ ഗോയിങ്, അവരെവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ഗോൾഡ് ഫിഷ് ഇങ്ങനെ ചിന്തിച്ചു. ഹി ഫോളോഡ് ദം. അവരെല്ലാവരും പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനൊന്ന് പോയേക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോൾഡ് ഫിഷ് എന്നുകൊണ്ട് ഇവരുടെ കൂടെ, ഈ അരക്കെ കണ്ടത് നമ്മൾ സ്റ്റാർ ഫിഷിനെ കണ്ടു, ജെല്ലി ഫിഷിനെ കണ്ടു, ഇവരുടെയൊക്കെ കൂടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് അവരെ ഫോളോ ചെയ്തു. ഹീ ഫോളോഡ് ദം, അവരെ ഫോളോ ചെയ്തു, അവരെ പിന്തുടർന്നു. ഇൻ ദ ഡീപ്പ് സീ ഹീ സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അങ്ങനെ പോയപ്പോൾ ഇൻ ദ ഡീപ്പ് സീ എന്ന് പറഞ്ഞാൽ ആഴക്കടലിലെത്തിയപ്പോൾ ഹീ സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അവിടെ ഒരു നല്ല മനോഹരമായ ചില്ല് കൊട്ടാരം, ഗ്ലാസ് പാലസ് എന്ന് പറഞ്ഞാൽ ചില്ലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അതെങ്ങനെയാണ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് ഡെക്കറേറ്റഡ്, അത് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അലങ്കരിച്ചതായിരുന്നു? വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ജെംസ് കൊണ്ടും പേൾസ് കൊണ്ടൊക്കെ അലങ്കരിച്ചതായിരുന്നു. നല്ല നല്ല വിലപിടിപ്പുള്ള കല്ലുകളും മുത്തുകളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച പാലസ് ആയിരുന്നു ആ ഡീപ്പ് സീയിൽ പോയപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷ് കണ്ടത്. ദ ഡോർസ് ഓഫ് ദ പാലസ് വർ വൈഡ് ഓപ്പൺ. ആ കൊട്ടാരത്തിൻ്റെ വാതിലോ നന്നായി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. വൈഡ് ഓപ്പൺ, വൈഡ് എന്ന് പറഞ്ഞാൽ വലുതായിട്ട്, നല്ല ഇടുങ്ങിയതായിരുന്നില്ല, വലിയ വിശാലമായി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈഡ് എന്ന് പറയുമ്പോൾ വിശാലമായി, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? കുഞ്ഞിടുങ്ങിയ വഴിക്ക് എന്താ പറയുക? നാരോ. അപ്പോൾ വൈഡിൻ്റെ ഓപ്പോസിറ്റാണ് നാരോ. അപ്പോൾ ഇവിടെ വൈഡായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അങ്ങനെ ഗോൾഡ് ഫിഷും അവൻ്റെ കൂട്ടുകാരും ആ പാലസിൽ എത്തിച്ചേർന്നു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്തായിരിക്കും അടുത്ത് സംഭവിക്കുക? നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്ന്. കണ്ടില്ലേ, ഒരു പാലസിൻ്റെ പിക്ചറൊക്കെയാണ് സൈഡിലൊക്കെ വ്യൂ കാണുന്നത്. ഇതാ ഗ്ലാസ് പാലസ് മുകളിൽ കാണുന്നുണ്ട്. നോക്കാം. നെക്സ്റ്റ് ടൈറ്റിലാണ് ദ മെർമെയ്ഡ്. ദ മെർമെയ്ഡ്. A beautiful mermaid
appeared near the door. "How pretty she is!" exclaimed the goldfish. "Happy birthday, Princess Julia! We have brought you some gifts," all of them said together. The jellyfish brought glinting lights. The whales came with jingling bangles. The dolphins carried fragrant flowers. Julia smiled and replied, "Thank you, my dear friends. Come on, let's begin the party." There was a big cake on the table in the hall. The party began. അപ്പോൾ എന്താണ് ദ മെർമെയ്ഡ്? മെർമെയ്ഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള സുന്ദരിയായ മെർമെയ്ഡ്, മത്സ്യകന്യക നമ്മൾ മലയാളത്തിൽ പറയും. ദ മെർമെയ്ഡ്. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. അപ്പോൾ ഈ പാലസിലുള്ള ആളാണ് നമ്മുടെ ഈ മെർമെയ്ഡ്. അങ്ങനെ ഡോറിൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ മെർമെയ്ഡ്, ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്. "ഹൗ പ്രെറ്റി ഷീ ഈസ്!" എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. എക്സ്ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു. ഈ ഗോൾഡ് ഫിഷ് ആശ്ചര്യപ്പെട്ടു. എന്ത്? ഹൗ പ്രെറ്റി ഷീ ഈസ്. എന്തൊരു മനോഹരമാണ് അവൾ, അല്ലെങ്കിൽ അവളെ കാണാൻ എന്ത് ഭംഗിയാണ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോൾ ചിലർ പറഞ്ഞു എന്ത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. രാജകുമാരിയായ ജൂലിയ, നിനക്ക് ഹാപ്പി ബർത്ത്ഡേ. "വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്." ഞങ്ങൾ നിനക്ക് കുറച്ച് ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെഡ് ടുഗെദർ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നെന്താണ് പ്രത്യേകത? ദ ബർത്ത്ഡേ ഓഫ് പ്രിൻസസ് ജൂലിയ ദ മെർമെയ്ഡ്. നമ്മുടെ മത്സ്യകന്യകയായ മെർമെയ്ഡായ രാജകുമാരിക്ക് എന്താ പറയുക? പ്രിൻസസ്. ഇപ്പോൾ രാജകുമാരനാണെങ്കിൽ എന്ത് പറയും? പ്രിൻസ്. പ്രിൻസ് എന്ന് പറഞ്ഞാൽ രാജകുമാരൻ, പ്രിൻസസ് എന്ന് പറഞ്ഞാൽ രാജകുമാരി. അപ്പോൾ രാജാവിന് എന്ത് പറയും? കിങ് അല്ലേ? കിങ് ആണ് രാജാവ്. ആൻഡ് രാജ്ഞിക്ക് എന്ത് പറയും? അതിൻ്റെ വൈഫിന് ക്യൂൻ. ക്യൂൻ എന്നാണ് രാജ്ഞിക്ക് പറയുക. അപ്പോൾ കിങ്, ക്യൂൻ, പ്രിൻസ്, പ്രിൻസസ്. ഓക്കെ, ഇവിടെ നമ്മൾ മെർമെയ്ഡ് ഒരു പ്രിൻസസ് ആണ്. പേരെന്താണ്? ജൂലിയ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ് ഇന്ന്, ജന്മദിനമാണ്. നോക്കാം നമുക്ക്. "വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്." ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റുകൾ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെഡ് ടുഗെദർ. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അവരെല്ലാവരും, ഓൾ ഓഫ് ദം, അവരെല്ലാവരും സെഡ് പറഞ്ഞു, ടുഗെദർ ഒരുമിച്ച് പറഞ്ഞു. "ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്." ജെല്ലി ഫിഷ് എന്താണ് കൊണ്ടുവന്നത്? ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഗ്ലിൻഡിങ് ലൈറ്റ്സ്, സ്പാർക്ലിംഗ് ലൈറ്റ്സ്, നല്ല തിളങ്ങുന്ന ലൈറ്റുകൾ, നല്ല തിളങ്ങുന്ന ലൈറ്റുകളുമായിട്ടാണ് ജെല്ലി ഫിഷ് വന്നിട്ടുള്ളത്. "ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്." നമ്മുടെ തിമിംഗലം വന്നിട്ടുള്ളതോ വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്, നല്ല കിലുങ്ങുന്ന വളകളുമായിട്ട്. ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ വളകൾ, ജിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന, ശബ്ദം ഉണ്ടാക്കുന്ന. "ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്." അപ്പോൾ ഡോൾഫിൻസ് എന്താണ് കൊണ്ടുവന്നത്? ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്, നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കം ഓൺ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി." എല്ലാവരോടും താങ്ക്സ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. കം ഓൺ, വരൂ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം, പാർട്ടി തുടങ്ങാം. There was a big cake on the table in the hall. അപ്പോൾ ഹാളിൽ ടേബിളിൽ വലിയൊരു കേക്ക് ഉണ്ടായിരുന്നു. There was a big cake on the table അല്ലേ, ടേബിളിൻ്റെ മുകളിൽ. In the hall, ഹാളിൽ. The party began. പാർട്ടി ആരംഭിച്ചു, തുടങ്ങി. Began എന്ന് പറഞ്ഞാൽ started. Begin എന്ന് പറഞ്ഞാൽ തുടങ്ങുക, began എന്ന് പറഞ്ഞാൽ തുടങ്ങി. The party began. How will they begin the party? അവരെങ്ങനെയായിരിക്കും പാർട്ടി തുടങ്ങുന്നത്? നോക്കൂ, പിക്ചർ അടിപൊളിയല്ലേ, നല്ല ബ്യൂട്ടിഫുൾ പിക്ചറാണ്. നോക്കാം നമുക്ക്. ദ ബർത്ത്ഡേ പാർട്ടി. എങ്ങനെയാണ് ബർത്ത്ഡേ പാർട്ടി നോക്കാം. Princess Julia went to the table and cut the cake. She looked cute in her beautiful diamond crown. All clapped and sang, "Happy birthday to you, Princess Julia." Everyone presented the gift to Julia. "I'm so grateful to you all. Let's dance and have fun," said the princess, smiling. The music began. They started dancing. അങ്ങനെ പ്രിൻസസ് ജൂലിയ വെൻ ടു ദ ടേബിൾ. ടേബിളിൻ്റെ അടുത്തേക്ക് പ്രിൻസസ് ജൂലിയ വന്നു, രാജകുമാരിയായ ജൂലിയ വന്നു. ആൻഡ് കട്ട് ദ കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവൾ നല്ല ഭംഗിയുള്ളതായി തോന്നിച്ചു. എന്താണ് തോന്നിക്കാൻ കാരണം? അവളുടെ ക്രൗൺ എന്ന് പറയുന്നത് ഹെഡിന് മുകളിൽ തലയിലിരിക്കുന്ന സാധനം, അതിനെന്താ പറയുക? കിരീടം അല്ലേ? ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടമാണ്.
ഡയമണ്ട് ക്രൗൺ ആണ്. സാധാരണ ക്രൗൺ ആണോ, ഓർഡിനറി ക്രൗണോ? അല്ല, ഡയമണ്ട് വെച്ചിട്ടുള്ള നല്ല മനോഹരമായ ഡയമണ്ട് വെച്ചിട്ടുള്ള വജ്രം. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്രം അല്ലേ, അറിയോ? ഡയമണ്ട് വെച്ചിട്ടുള്ള ക്രൗണാണ് അവൾ ധരിച്ചിട്ടുള്ളത്. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്, എല്ലാവരും കൈയടിച്ചുകൊണ്ട് പാട്ടുപാടി. ഓൾ ക്ലാപ്ഡ്, എല്ലാവരും ക്ലാപ്പ് ചെയ്തു, കൈയടിച്ചു. ആൻഡ് സാങ്, സാങ് എന്ന് പറഞ്ഞാൽ പാടി. സിങ് എന്ന് പറഞ്ഞാൽ പാടുക, സാങ് പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. അപ്പം എന്താണ് പാടിയത്? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതാണ് പ്രിൻസസ് ജൂലിയയോട്. എവ്രി വൺ പ്രസൻറ്റഡ് ദ ഗിഫ്റ്റ് ജൂലിയ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും പ്രസൻറ്റഡ് ദ ഗിഫ്റ്റ് ജൂലിയ. ജൂലിയയ്ക്ക് അവരുടെ ഗിഫ്റ്റ് എല്ലാം പ്രസൻറ്റ് ചെയ്തു, കൊടുത്തു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ. ഞാൻ എല്ലാവരോടും, നിങ്ങളെല്ലാവരോടും ഞാൻ വളരെയധികം താങ്ക്ഫുള്ളാണ്, നന്ദിയുള്ളവളാണ്. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് സന്തോഷിക്കാം. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. പുഞ്ചിരിച്ചുകൊണ്ട് ഈ രാജകുമാരി പറഞ്ഞു. ദ മ്യൂസിക് ബിഗേൻ. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അങ്ങനെ മ്യൂസിക് തുടങ്ങി, അവർ ഡാൻസ് ചെയ്യാനും തുടങ്ങി. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ദ ഫീസ്റ്റ്. Now let's have the feast. The princess invited. Everyone started enjoying the food. So yummy, so delicious. A starfish licked his plate. I loved the chocolate. A shark gulped a big piece. The juice is so refreshing. A jellyfish sipped to the last drop. Suddenly, a dolphin whistled loudly. What's happening? asked the shark. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാൻ പോവാണ്. ദ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താണ് ഫീസ്റ്റ് എന്ന് നോക്കാം, എന്താണ് ഫുഡ് എന്ന് നോക്കാം. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. അങ്ങനെ രാജകുമാരി ഇവരെല്ലാവരെയും ക്ഷണിച്ചു. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്. എ സ്റ്റാർഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. നല്ല രസമുണ്ട് അല്ലേ, നല്ല ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഡെലീഷ്യസ് ആണെന്നും യമ്മി ആണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ സ്റ്റാർ ഫിഷ് എന്താണ് ചെയ്തത്? ലിക്ഡ് ഹിസ് പ്ലേറ്റ്. അവൻ്റെ പ്ലേറ്റ് കൂടി നക്കി ആണ് ചെയ്തത്. ലിക്ക് എന്നാണ് നക്കുക. അപ്പോൾ സ്റ്റാർ ഫിഷ് ഇങ്ങനെ നക്കി തുടച്ചു പ്ലേറ്റ്. അത്രയും ടേസ്റ്റും ഉണ്ട്. ഐ ലവ് ദ ചോക്ലേറ്റ്. അപ്പോൾ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. നമ്മുടെ ഷാർക്ക് എന്താ ചെയ്തത്? സ്രാവ് എന്താ ചെയ്തത്? ഷാർക്ക് എന്ന് പറഞ്ഞത് സ്രാവ് എന്താ ചെയ്തത്? ഐ ലവ് ദ ചോക്ലേറ്റ്. എനിക്ക് എന്താണ് ഇഷ്ടം? ഞാൻ ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പീസ് ചോക്ലേറ്റ് എടുത്ത് പെട്ടെന്ന് ഗൾപ്പ് ചെയ്യുന്ന സാലോ വിഴുങ്ങുകയാണ്, പെട്ടെന്ന് തന്നെ കഴിച്ചു. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. അപ്പോൾ നമ്മുടെ ജെല്ലി ഫിഷിനാണെങ്കിൽ എന്താ ഇഷ്ടപ്പെട്ടത്? ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. നല്ല ഉണർവേകുന്ന ജ്യൂസാണല്ലോ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് തുള്ളി പോലും അവന് കുടിച്ചു. സഡൻലി എ ഡോൾഫിൻ വിസിൽ ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ വിസിൽ ചെയ്തു. എന്താണെന്ന് നോക്കാം. വാട്ട്സ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത്? ആസ് ദ ഷാർക്ക്. ഷാർക്ക് ചോദിച്ചു, സ്രാവ് ചോദിച്ചു, എന്താ സംഭവം? എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഡോൾഫിൻ വിസിൽ ചെയ്തത്. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിൽ ചെയ്തത് എന്ന് ചോദിക്കാം. നോക്കാം നമുക്ക് എന്താണെന്ന്. എ ത്രെറ്റ്. The men are coming again to dump more plastic waste in the sea, exclaimed the dolphin. All became angry. Many of our friends died eating plastic waste. The shark ground his teeth. We should stop them, they said together. Don't worry, friends, said the blue whale. I am the biggest animal in the world. I will drive them away. The blue whale took a swift turn and swished. The shark followed her. അപ്പോൾ എന്താ സംഗതി നോക്കാം. എ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷണി. എന്തൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ, ഒരു ഭീഷണി വന്നിട്ടുണ്ട്. എന്താ നോക്കാം. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. ഇതാണ് പ്രോബ്ലം. മനുഷ്യരാണല്ലോ എപ്പോഴും മൃഗങ്ങൾക്കും ഫിഷിനൊക്കെ എല്ലാവർക്കും പ്രോബ്ലം ഉള്ള ആൾക്കാരാണ് നമ്മുടെ മനുഷ്യർ. എന്താ നോക്കാം. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ. ആളുകൾ പിന്നെയും വന്നിട്ടുണ്ട് അല്ലേ, പിന്നെയും ആളുകൾ വന്നിട്ടുണ്ട്. അഗെയിൻ മെൻ ആർ കമ്മിങ് അഗെയിൻ. അവർ വീണ്ടും വന്നിട്ടുണ്ട്. എന്തിന്? ടു ഡം മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. കടലിൽ വീണ്ടും കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട്, ഡംപ് ചെയ്യാൻ ഇടാൻ നെട്ടിപ്പുട്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്.
എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഓൾ ബിക്കെയിം ആംഗ്രി. എല്ലാവർക്കും ദേഷ്യം പിടിച്ചു. ഓൾ ബിക്കെയിം ആംഗ്രി. ഇവരെല്ലാവർക്കും, ഈ ഫിഷിനെല്ലാവർക്കും ദേഷ്യം പിടിച്ചു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. നമ്മുടെ പല കൂട്ടുകാർ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ഷാർക്കിന് ദേഷ്യം പിടിച്ചിട്ട് അവൻ്റെ പല്ല് കടിച്ചു. സ്രാവ്. വി ഷുഡ് സ്റ്റോപ്പ് ദം ദേ സെഡ് ടുഗെദർ. അവരെ ഒരുമിച്ച് പറഞ്ഞു എന്ത്? വി ഷുഡ് സ്റ്റോപ്പ് ദം. നമുക്ക് അവരെ നിർത്തേണ്ടതുണ്ട്, അവരെ നിർത്തിക്കേണ്ടതുണ്ട്. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. നീലത്തിമിംഗലം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട കൂട്ടുകാരെ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. നമുക്കറിയാം ബ്ലൂ വെയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ എന്നല്ലേ. ഐ എം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ ഓടിപ്പിച്ചേക്കാം, അവരെ ദൂരേക്ക് ഓടിപ്പിച്ചേക്കാം എന്ന് നമ്മുടെ ബ്ലൂ വെയിൽ പറയണം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. അങ്ങനെ ബ്ലൂ വെയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ട് തിരിഞ്ഞുകൊണ്ട് പോവുകയാണ് ദേഷ്യത്തിൽ. സ്വിഷ്ഡ് അങ്ങനെ സ്പീഡിൽ പോവുകയാണ്. ദ ഷാർക്ക് ഫോളോഡ് ഹർ. ഷാർക്ക് നമ്മുടെ സ്രാവും അവളെ പിന്തുടർന്നു. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? എന്തായിരിക്കാം ബ്ലൂ വെയിൽ ചെയ്യുന്നത് നോക്കാം. ഫോർഗീവ്നെസ്. ഇതാണ് ടൈറ്റിൽ, ഫോർഗീവ്നെസ്. ദ വെയിൽ ആൻഡ് ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. The shark beat the boat with his tail. The men in the boat trembled with fear. They cried for help. By this time, the princess and others reached there. I will crush them. The crab opened her claws. Please don't hurt us. We won't dump waste in the sea again, the men begged. You are polluting our sea. You are destroying our lives. Don't repeat it, warned Princess Julia, and let them go. Rays of the sun brightened the waves. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡ് ഓഫ് ദ പാർട്ട് എന്ന് പറയുന്നത്. നോക്കാം. ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമാപണം. ഇവർ ക്ഷമ പറയുകയാണ് നമ്മുടെ ആളുകൾ. ദ വെയിൽ ആൻഡ് ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. അങ്ങനെ നമ്മുടെ നീലത്തിമിംഗലവും ബ്ലൂ വെയിലും ഷാർക്കും കൂടെ, സ്രാവും കൂടെ ഈ ബോട്ടിനരികിലേക്ക് എത്തി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് തൻ്റെ വാല് കൊണ്ട്, ടെയിൽ എന്ന് പറഞ്ഞാൽ വാലാണ്, ഷാർക്കിൻ്റെ വാല് കൊണ്ട് ബീറ്റ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ബോട്ടിനെ അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ബോട്ടിലെ ആളുകൾ പേടി കൊണ്ട് വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിന് വേണ്ടി കരഞ്ഞു. ബൈ ദിസ് ടൈം, ഈ സമയം ആരെത്തി? ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദ. നമ്മുടെ പ്രിൻസസ് ജൂലിയയും മറ്റുള്ളവരും അവിടെ എത്തിച്ചേർന്നു. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺ ഹെർ ക്ലോസ്. നമ്മുടെ ഞണ്ട്, ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഞണ്ട് എന്ത് ചെയ്തു? അവൻ്റെ വലിയ നല്ല മൂർച്ചയുള്ള നഖം കൊണ്ട് ഇങ്ങനെ ഉടർത്തിക്കൊണ്ട് പറഞ്ഞു, ഐ വിൽ ക്രഷ് ദം. ഞാൻ അവരെ ക്രഷ് ചെയ്യും. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്. ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഡോണ്ട് ഹേർട്ട് അസ്. വി വോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. വി വിൽ നോട്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ഇനി കടലിൽ ഒരിക്കലും ഞങ്ങൾ വീണ്ടും മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടൂല എന്ന് ആളുകൾ പറയാണ്. ദ മെൻ ബെഗ്ഡ്. ആളുകൾ യാചിച്ചു, ബെഗ് ചെയ്തു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ ഞങ്ങളുടെ കടലിനെ മലിനപ്പെടുത്തുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. ഞങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ്. സോ എന്ത് ചെയ്യരുത്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നിങ്ങളിത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നിങ്ങളിത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ എന്ത് ചെയ്തു? താക്കീത് നൽകി, അവരോട് വാൺ ചെയ്തു, വാണിംഗ് കൊടുത്തു. എന്താണ്? യു ആർ പൊല്യൂട്ടിങ് അവർ സീ, യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നിങ്ങൾ ഞങ്ങളുടെ കടലിനെ മലിനപ്പെടുത്തുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. സോ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസസ് ജൂലിയ അവരെ വാൺ ചെയ്തിട്ട്, അവളുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ അവരെ ഉപദ്രവിക്കാതെ ലെറ്റ് ദം ഗോ. അവരെ എന്ത് ചെയ്തു? തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ വെറുതെ വിട്ടു. ലെറ്റ് ദം ഗോ, അവരെ പോകാൻ അനുവദിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻ ദ വേവ്സ്. റേസ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ അല്ലെങ്കിൽ സൂര്യകിരണങ്ങൾ. ബ്രൈറ്റൻ ദ വേവ്സ്, ആ തിരമാലകളെ നല്ല തിളക്കമുള്ളതാക്കി. അതാണ് ക്ലൈമാക്സ്. അത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്.